ബഹുമാനവുമുള്ള യാത്രക്കാരി, ഒരു അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തെ ആസ്പദമാക്കി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ചില വാക്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ യാത്രക്കാരായ നിങ്ങളുടെ സമയമൊന്നും ചോദിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ആശ്വാസം പകരുന്നു, നമ്മളെ മുൻപോട്ട് നയിക്കുന്ന, നമ്മളെ പ്രത്യാശയുള്ളവരാക്കി തീർക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ നിരാശരായി തീരാറുണ്ട്. എന്നാൽ ഒരിക്കലും ഒരു മനുഷ്യരും നിരാശരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം സന്തോഷവും സമാധാനവും സ്നേഹവും മാത്രമാണ് ഈ ലോകത്തിലുള്ള നമ്മൾക്ക് പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്നതും നമുക്ക് നൽകുന്നതും. എന്നാൽ നാം അതിനെയൊക്കെയും തിരസ്കരിച്ചുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുമ്പോൾ നാം ഇവിടെ ആഗ്രഹിക്കാത്തതായ കാര്യങ്ങളെല്ലാം നമ്മളെ പിന്തുടരുകയും അതൊക്കെയും നമ്മളെ പിടിക്കുകയും നമ്മൾ ജീവിതത്തിൽ വളരെയേറെ ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുമായി തീരുമ്പോൾ തിരുവചനം ഇപ്രകാരം പറയുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യരുടെ ജനത്തോട് അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികളോട് പറയുകയാണ്, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ നടക്കുന്നത് എന്ന്. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്താൽ നാം നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഭാരപ്പെടുന്ന അനേകം കാര്യങ്ങളെ ദൈവത്തിൻ്റെ ശക്തിയാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായത്താൽ നമുക്കതിനെയൊക്കെയും നീക്കിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കുവാനും പ്രത്യാശയുള്ളതാക്കുവാനും നമുക്ക് കഴിയും. അപ്പോഴതിന് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കും. ഒരു കടുകുമണിയെ എടുത്ത് നാം നോക്കിയെന്നാൽ അത് ചെറുതാണെങ്കിലും അതിനകം നിറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ പല ഉപമകൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ദൈവരാജ്യം അങ്ങനെ നിറമുള്ളതാണ്. അതുപോലെ തന്നെ ദൈവവചനവും നിറവും തികവുമുള്ളതാണ്. അതിനാൽ നമ്മൾ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ വിശ്വാസം നമ്മളെ വലിയ സന്തോഷത്തിലേക്കും അനുഗ്രഹത്തിലേക്കും കൊണ്ടെത്തിക്കും എന്ന് മാത്രമല്ല, നമ്മളുടെ ജീവിതം വലിയ പ്രത്യാശയുള്ളതായി തീരുകയും ചെയ്യുമെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതിനാൽ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അല്പകാലം മാത്രമാണ്. ഈ അല്പകാലം നമ്മുടെ ജീവിതം വളരെ കഷ്ടതകൾ നിറഞ്ഞതും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞതായി വരുമ്പോൾ അതിന് കാരണക്കാരും നമ്മൾ തന്നെയാണ്. എന്നാൽ അങ്ങനെയായി തീരാതിരിക്കുവാനാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പോൾ കാണുന്നതൊന്നുമല്ല, കാണുന്നത് മിന്നൽ പോലെ ചിലപ്പോൾ മറഞ്ഞു പോകും, അത് അപ്രത്യക്ഷമായി പോകും.
അത് മറ്റുള്ളവരിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും എപ്പോഴാണെങ്കിലും. എന്നാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് കാണുവാനല്ല, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാൻ തന്നെയാണ് കഴിയുന്നത്. അങ്ങനെ ദൈവത്തിൽ നിന്നുള്ള ആ സമാധാനവും സന്തോഷവും സ്നേഹവും സർവോപരി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ സമ്പത്തും എല്ലാ അനുഗ്രഹങ്ങളും തരുന്നവനായ കർത്താവിൽ നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ പ്രത്യാശയുള്ളതും നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷവും ആനന്ദവും നിറഞ്ഞതും ആയിരിക്കുമെന്ന് ഇവിടെ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനായി പ്രിയമുള്ളവരെ, നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും സ്നേഹത്തിനും വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. ആ യേശുക്രിസ്തുവിൽ നമുക്ക് പിന്നെയും പ്രത്യാശയും സമാധാനവും സന്തോഷവും എപ്പോഴും ഉണ്ടായിരിക്കും. അതൊക്കെയും നിങ്ങൾ അനുഭവിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കും.